അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്ന മേഖലയിൽ വില്ലേജ് ഓഫീസർ പരിശോധന നടത്തുകയാണ് എന്ന പുതിയ വിവരമാണ് വന്നിട്ടുള്ളത്. വിവരങ്ങളുമായി അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വില്ലേജ് ഓഫീസറാണോ പരിശോധന നടത്തുന്നത്? തീർച്ചയായും വില്ലേജ് ഓഫീസർ, മൂന്നാർ വില്ലേജ് ഓഫീസറാണ് ഇപ്പോൾ ഈ അനധികൃത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത്. പ്രധാനമായും എസ് രാജേന്ദ്രൻ MLA വീടിനോട് ചേർന്നുള്ള സ്ഥലമാണ് അദ്ദേഹം ആദ്യം പരിശോധിച്ചത്. ഇന്നലെ ദേവികുളം സബ് കളക്ടർ രേണുരാജ് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഇതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ സ്ഥലങ്ങൾ നേരിട്ട് കണ്ട് തൽസ്ഥിതി സബ് കളക്ടറെ അറിയിക്കും എന്ന് അദ്ദേഹം നമ്മോട് പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും രാജേന്ദ്രൻ്റെ അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് താൻ തയ്യാറല്ലെന്ന ശക്തമായ സന്ദേശമാണ് സബ് കളക്ടർ നൽകുന്നത്. ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് തന്നെ ദേവികുളം സബ് കളക്ടർക്ക് കൈമാറുമെന്നും വില്ലേജ് ഓഫീസർ അറിയിച്ചിരിക്കുന്നു. ഇവിടെ ഏതാണ്ട് 2.5 സെന്റോളം സ്ഥലമാണ് വീടിനോട് ചേർന്നുള്ള ഇടത്ത് മണ്ണിട്ട് നികത്തിയത് ഇരിക്കുന്നത്. അതിന് സമീപം 1.5 ആൾ പൊക്കത്തിലുള്ള സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട്. ഇത് റവന്യൂ വകുപ്പിൽ നിന്നുള്ള മുൻകൂർ അനുമതി തേടിയ ശേഷമല്ല നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സബ് കളക്ടർക്ക് പരാതി ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്നുള്ള ഒരു അന്വേഷണത്തിന് സബ് കളക്ടർ ഉത്തരവിട്ടത്. അനീഷ്, എനിക്ക് ആ ഭൂമിയുടെ വിശദാംശങ്ങളിലേക്ക് ഒന്നുകൂടി പോകേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ മൂന്നാർ പഞ്ചായത്തിൻ്റെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി. ശരത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ ഇക്കാനഗറിലാണ്. ഇക്കാനഗർ കോളനിയിലാണ് ദേവികുളം MLA എസ് രാജേന്ദ്രൻ്റെ വീടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ അത് കാണിക്കാം. കഴിഞ്ഞ ദിവസം ഒരു അനധികൃത നിർമ്മാണ പ്രവർത്തനം എസ് രാജേന്ദ്രൻ MLA നേരിട്ട് നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന സ്ഥലം, ഏതാണ്ട് 2 സെൻറ്റോളം വരുന്ന സ്ഥലം അദ്ദേഹം മണ്ണിട്ട് നികത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു 1.5 ആൾ പൊക്കത്തിലുള്ള ഒരു സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ദേവികുളം സബ് കളക്ടർക്ക് കഴിഞ്ഞ ദിവസം രാത്രി പരാതി ലഭിച്ചു. ഈ പരാതിയെ തുടർന്ന് വളരെ അടിയന്തരമായി ദേവികുളം സബ് കളക്ടർ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും ഇന്നലെ രാവിലെ അവധി ദിനമായിട്ട് കൂടി അവർ സമയം കണ്ടെത്തി ഇവിടെ വന്ന് പരിശോധന നടത്തുകയും ചെയ്തു. ഈ പരിശോധനയെ തുടർന്ന്, പ്രാഥമിക പരിശോധനയെ തുടർന്നാണ് വില്ലേജ് ഓഫീസറോട് വളരെ വിശദമായ ഒരു റിപ്പോർട്ട് നൽകാൻ പറഞ്ഞത്. ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ എസ് രാജേന്ദ്രൻ MLAയുടെ വീടിന് സമീപമെത്തിയ ആ പുരയിടത്തിലെത്തി പരിശോധനകൾ നടത്തി പോയിരിക്കുന്നു. ഇന്ന് തന്നെ ഈ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സബ് കളക്ടർക്ക് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. അതായത് സബ് കളക്ടർ രേണുരാജ് എസ് രാജേന്ദ്രൻ MLAയുടെ വീട്ടിൽ നിന്നുള്ള നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം വീടിനോട് ചേർന്ന് നടത്തിയിരിക്കുന്ന അനധികൃത നിർമ്മാണത്തിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അതായത് അനീഷ്, ഇതിലെ പ്രശ്നം ഈ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ MLA രാജേന്ദ്രൻ്റെ വീടാണ്. വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് ഇപ്പോൾ കൽക്കെട്ട് കെട്ടി മണ്ണിട്ട് നികത്തിയെടുത്തിട്ടുണ്ട്. കുറെ കൂടി നല്ല ഒരു പ്രോപ്പർട്ടിയായി അത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് ഇതൊന്നും ഈ സാധാരണ ഇതൊക്കെ ചെയ്യുന്നതിന് വില്ലേജിൻ്റെ അനുമതി വേണ്ടതുണ്ട്. അത്തരം സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ചു വേണം ഇതൊക്കെ ചെയ്യാൻ എന്നൊക്കെ ഇരിക്കെ, അല്ലെങ്കിൽ അത്തരം നടപടികളൊന്നും പാലിക്കാതെ ചെയ്തു എന്നതാണോ ലഭിച്ച പരാതി? ആ പരാതിയെ തുടർന്നാണോ ഇപ്പോൾ ഇന്നടക്കം വില്ലേജ് ഓഫീസർ അവിടെ വന്ന് പരിശോധിച്ചത്? ഇന്നലെ MLAയോട് ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സംസാരിച്ചിരുന്നല്ലോ. MLA എന്തെങ്കിലും പറയാൻ തയ്യാറായോ? ശരത്ത്, 2 കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. ഒന്ന്, NOC ലഭിക്കാതെ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൽ നിന്നും അനുമതിയില്ലാതെ അനധികൃതമായ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നു. മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അവിടെ ഒരു കൽക്കെട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. 2, ഈ കൽക്കെട്ട് ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മണ്ണിട്ട് നികത്തിയിരിക്കുന്ന സ്ഥലം ആരുടെ ഉടമസ്ഥതയിലുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനമായി സംശയം ഉയർന്നിരിക്കുന്നത്. പ്രാഥമികമായ ചില വിവരങ്ങളനുസരിച്ച്, ലഭിച്ചിരിക്കുന്ന പരാതി അനുസരിച്ച് KSEBയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആ KSEBയുടെ വസ്തുവിലേക്ക് ചേർന്ന് മണ്ണിട്ട് നികത്തി MLA കൈയേറിയിരിക്കുന്നു എന്ന പരാതി ലഭിച്ചിട്ടുണ്ട്. 2 തരത്തിൽ. ഒന്ന്, റവന്യൂ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ MLA നിർമ്മാണം നടത്തിയിരിക്കുന്നു. മറ്റൊന്ന്, KSEBയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമെന്ന് കരുതുന്ന ഇടം നികത്തിയെടുത്തിരിക്കുന്നു. ഈ 2 കുറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ KSEBയുടെ സ്ഥലമാണ് കൈയേറിയിരിക്കുന്നത് എങ്കിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതം എസ് രാജേന്ദ്രൻ MLA നേരിടേണ്ടി വരും. ഒരു കയ്യേറ്റം അല്ലെങ്കിൽ ലാൻഡ് കൺസർവൻസി നിയമം, ഭൂ സംരക്ഷണ നിയമം അനുസരിച്ചുള്ള കേസ് എസ് രാജേന്ദ്രൻ MLAക്കെതിരെ എടുക്കേണ്ടി വരും. ഇപ്പോൾ എന്തായാലും
പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ സ്ഥലം വന്ന് വില്ലേജ് ഓഫീസർ കണ്ട് എഴുതി പോയിരിക്കുന്നു. ഇനി അവർ വില്ലേജ് ഓഫീസിൽ പോയ ശേഷം ഈ സ്ഥലം ആരുടെ ഉടമസ്ഥയിലുള്ളതാണ് എന്ന് കണ്ടെത്തും. എസ് രാജേന്ദ്രൻ MLAയുടേതാണോ അല്ലെങ്കിൽ KSEBിയുടെ ഉടമസ്ഥയിലുള്ളതാണോ സ്ഥലം എന്ന് കണ്ടെത്തും. KSEBിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണെങ്കിൽ അനധികൃതമായി KSEBിയുടെ സ്ഥലം സ്വന്തമാക്കിയതിനുള്ള കുറ്റം എസ് രാജേന്ദ്രന് മേൽ ചുമത്തപ്പെടും. അദ്ദേഹം വലിയൊരു കേസിൻ്റെ കുരുക്കിലേക്ക് പെടുകയും ചെയ്യും. എസ് രാജേന്ദ്രനോട് നമ്മൾ ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ നാളുകളായി ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. എന്നാൽ സബ് കളക്ടറെ അവൾ എന്ന് വിളിച്ചതിന് ശേഷമാണല്ലോ ഇത്തരം പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം സബ് കളക്ടറുടെ ഓഫീസിന് പോലും മൂന്നാറിൽ പട്ടയമുണ്ടോ എന്ന ഒരു മറുചോദ്യവും അദ്ദേഹം നമ്മോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നത് ഈ സ്ഥലത്തിന് പട്ടയം, ഈ നികത്തിയ സ്ഥലത്തിൻ്റെ പട്ടയം എസ് രാജേന്ദ്രൻ്റെ കൈവശം കാണാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഈ നികത്തിയ സ്ഥലം KSEBിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണെങ്കിൽ എസ് രാജേന്ദ്രനെതിരെ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ അധിക്ഷേപ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അധിക്ഷേപ വാക്കുകളോ മറ്റ് ഈ തടയുകയോ ചെയ്തതിലൊക്കെ ഉപരി നേരിട്ട് എസ് രാജേന്ദ്രൻ ഈ കേസിൽ പ്രതിയാകുന്ന അവസ്ഥയിലേക്ക്, അതായത് കയ്യേറ്റ കേസിൽ പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ശരത്, ഇവിടെ അനീഷ്, ഈ പരാതിക്കാരാരാണ്? മൂന്നാറിൽ നിന്നുള്ള 3 പരാതിക്കാർ എന്നാണ് സബ് കളക്ടർ ഇന്നലെ നമ്മോട് വ്യക്തമാക്കിയത്. അവർ നമ്മോടത് ബൈറ്റായി തന്നെ നമുക്ക് നൽകുകയും ചെയ്തിരുന്നു. 3 പരാതിക്കാരുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പരാതിക്കാരുടെ പേര് വിവരങ്ങൾ അവർ നമ്മോട് അറിയിച്ചില്ല. ഒരു പക്ഷേ പരാതിക്കാരെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതുകൊണ്ടാകും. കാരണം എസ് രാജേന്ദ്രൻ MLA പോലെ ശക്തനായ മൂന്നാറിലെ കരുത്തനായ ഒരാൾക്കെതിരെ പരാതി നൽകിയത് ആരെന്ന് പുറത്തു പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ പരാതി നൽകിയത് ആരെന്ന് വ്യക്തമാക്കാത്തത്. എന്തായാലും ആ പരാതി ലഭിച്ച് പിറ്റേ ദിവസം രാവിലെ തന്നെ സബ് കളക്ടർ ഇവിടെ എത്തി പരിശോധനകൾ നടത്തുകയും അനന്തര നടപടികൾക്കായി നിർദ്ദേശം നൽകുകയും ചെയ്തു. ശരത്, ഈ വിഷയം ഇതിപ്പോൾ CPM ജില്ലാ കമ്മിറ്റി ചേരുകയാണ്. രാജേന്ദ്രൻ വലിയ തലവേദന സൃഷ്ടിക്കുന്നു എന്നൊരു വലിയ വിമർശനത്തിലേക്ക് പോകാൻ ഇടയുണ്ടോ CPM? തീർച്ചയായും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ വേണമെങ്കിൽ ഒരുപക്ഷെ രാജേന്ദ്രന് പറഞ്ഞ് രക്ഷപ്പെടാം. കാരണം പഞ്ചായത്ത് ഭാരവാഹികൾ വിളിച്ചതനുസരിച്ചാണ് താൻ ഈ പ്രശ്നം നടന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോയത്. അവിടെ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുകയാണ് ചെയ്തത്. സർക്കാർ പണം വിനിയോഗിച്ച് സർക്കാർ സ്ഥലത്ത് ഒരു നിർമ്മാണം നടത്തുമ്പോൾ അതിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് താൻ എടുത്തത്. ആ സമയത്ത് പ്രകോപനപരമായ വാക്കുകൾ തൻ്റെ പക്കൽ നിന്നും അറിയാതെ വന്നു, അതിന് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഇത് പക്ഷേ അത്തരത്തിൽ അദ്ദേഹത്തിന് വളരെ എളുപ്പം ഒഴിവാകാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം പരാതി ലഭിച്ച് പിറ്റേ ദിവസം രാവിലെ തന്നെ സബ് കളക്ടർ ഇവിടെ എത്തി പരിശോധന നടത്തുകയും വില്ലേജ് ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനാ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. വ്യക്തിപരമായി എസ് രാജേന്ദ്രൻ ഇവിടെ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഒന്ന്, ഈ കോടതിയുടെ അനുമതി, കോടതി അലക്ഷ്യ ഒക്കെ പരിഗണിക്കുന്ന സമയത്ത് NOC ലഭിക്കാതെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഒരു കുറ്റമാവും. 2, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എസ് രാജേന്ദ്രൻ്റെ പട്ടയ ഭൂമിയിൽ അല്ല എങ്കിൽ, അതായത് KSEBിയുടെ ഭൂമിയാണ് സമീപമുള്ളത്, ഈ KSEBിയുടെ ഭൂമിയാണ് അദ്ദേഹം നികത്തി എടുത്തതെങ്കിൽ അദ്ദേഹം ഈ KSEBിയുടെ ഭൂമി കയ്യേറിയെന്ന ഒരു കുറ്റം അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെടും. ഭൂസംരക്ഷണ നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യവും വരും. അത്തരത്തിൽ ഒരു കേസിൽ പ്രതിയാവുക എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ടി വരും. കേവലം സബ് കളക്ടറുമായുള്ള പ്രശ്നങ്ങൾക്കുപരി എസ് രാജേന്ദ്രൻ നേരിട്ട് പ്രതിയാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങുക. ശരത്, ഏതായാലും ഇപ്പോൾ ഈ പരിശോധനയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന വില്ലേജും യഥാർത്ഥത്തിൽ MLAയുടെ നടപടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ആരോപിക്കുന്ന ഈ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു മൗനാനുവാദം നൽകുകയായിരുന്നില്ലേ? ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വിവാദമായതോടുകൂടി തിടുക്കപ്പെട്ട് വന്ന് പരിശോധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വില്ലേജും യഥാർത്ഥത്തിൽ കണ്ണടച്ചു കൊടുക്കുകയായിരുന്നില്ലേ? തീർച്ചയായും അങ്ങനെയല്ല എന്നാണ് നമ്മൾ വില്ലേജ് അധികൃതരോട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം 3-4 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മൂന്നാർ വില്ലേജ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ട്. അതിനു മുമ്പ് KDH വില്ലേജ് ആയിരുന്നു, കണ്ണന്തവൻ ഹിൽസ് വില്ലേജ് എന്ന പേരിലായിരുന്നു വില്ലേജ്. ഈ മൂന്നാർ വില്ലേജ് ഓഫീസ് പ്രത്യേകമായി തിരിഞ്ഞത് ഈ 4 മാസത്തിനിടയ്ക്കാണ്. അതിനുശേഷം 45 സ്റ്റോപ്പ് മെമ്മോകൾ തങ്ങൾ നൽകിയതായി വില്ലേജ് അധികൃതർ പറയുന്നു. ഇതിൽ പല സ്റ്റോപ്പ് മെമ്മോ നൽകിയ ആളുകളും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മറ്റു ചില ആളുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ബലം പ്രയോഗിച്ച് തന്നെ നിർമ്മാണം
നിർമ്മാണം നിർത്തിവെപ്പിക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ഏറ്റവും അധികം വെല്ലുവിളികൾ ഉയർത്തിയത് ഈ പഴയ മൂന്നാറിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയായിരുന്നു. അത് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ നിർമ്മിക്കുന്ന കെട്ടിടമായതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്റ്റോപ്പ് മെമ്മോയ്ക്കും മറ്റ് നിർത്തിവെക്കാൻ ഉള്ള ഉത്തരവിനുമൊക്കെ പുല്ലുവിലയാണ് അവർ കൽപ്പിച്ചിരുന്നതെന്നും ഈ വില്ലേജ് ഓഫീസ് അധികൃതർ വ്യക്തമാക്കുന്നു. ഇതിനുശേഷമാണ് ഈ അവരുടെ തലത്തിലും കാര്യങ്ങൾ ഒതുങ്ങില്ലെന്ന് വ്യക്തമായപ്പോഴാണ് സബ് കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് രാജേന്ദ്രൻ്റെ വിവാദപരമായ പരാമർശം ഉണ്ടാവുകയും ഈ കയ്യേറ്റമടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത് റവന്യൂ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ പറയുന്ന വാക്കുകൾ അവർ കൃത്യമായ ഈ കയ്യേറ്റങ്ങൾക്കെതിരെ നടപടികൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായി തന്നെയാണ് അവർ ഇതും ചൂണ്ടിക്കാട്ടുന്നത്, ഈ നിർമ്മാണവും ചൂണ്ടിക്കാട്ടുന്നത്. വിവരം ലഭിച്ച് പിറ്റേ ദിവസം രാവിലെ തന്നെ തങ്ങൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾക്കായി നീങ്ങുന്നു എന്നും വ്യക്തമാക്കുന്നു. റവന്യൂ വകുപ്പ് വളരെ ഊർജ്ജസ്വലമായി തന്നെ മൂന്നാർ പ്രവർത്തനം ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ശരത്, ഞാൻ ചോദിച്ചത് രണ്ട് പ്രശ്നത്തിലും അപ്പോഴും ചില അവ്യക്തതകളുണ്ട് അനീഷ്. അതായത് ഇപ്പോൾ MLA ഈ വീട് അവിടെ വെച്ച കാലത്തും ഒക്കെ ഒരുപാട് വാർത്തകൾ വന്നതൊക്കെ പെട്ടെന്ന് ഓർക്കുകയാണ്. അന്നും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങളും ഒക്കെ വന്നിരുന്നു. MLAയുടേതായ വിശദീകരണങ്ങളൊക്കെ അക്കാലത്ത് വന്നിട്ടുണ്ട്. ആ വീട് കാണുമ്പോൾ അതെല്ലാം ഓർക്കുകയും അതിനോടടുത്തുള്ള പ്രദേശത്താണ് ഇപ്പോൾ മണ്ണിട്ട് നികത്തുകയും അതിന് ബൗണ്ടറി വാൾ കെട്ടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് MLA ചെയ്യുന്നതാണ്. പൊടുന്നനവേ 3 പരാതിക്കാർ വരുന്നു. ഇതിനിടയിൽ കാലങ്ങളായി നടന്നു വരുന്നു എന്ന് MLA തന്നെ പറയുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം പരിപാടികളെക്കുറിച്ച് വില്ലേജിൽ നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ലേ? KSEB ഭൂമി അത്ര പരസ്യമായി ഇങ്ങനെ കയ്യേറ്റം ചെയ്യാനാകുമോ എന്നൊരു ചോദ്യം, അതും MLA ആകുമ്പോൾ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടില്ലേ? ഇപ്പോൾ പെട്ടെന്നും 3 പരാതി കിട്ടിയല്ലോ. അപ്പോൾ അതൊരു സാഹചര്യം. 2, ഈ മൂന്നാർ പഞ്ചായത്തിൻ്റെ നിർമ്മാണം, അതിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു എന്ന് പറയുന്നു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച്, നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടം, സർക്കാർ കെട്ടിടം, അവിടെ വലിയ നിയമലംഘനങ്ങൾ ഉണ്ട് എങ്കിൽ അത് ആ നിലയിൽ ധരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? ഇക്കണക്കിന് ഒരുപാട് സ്റ്റോപ്പ് മെമ്മോകൾ കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് സർക്കാരിനെ ധരിപ്പിച്ച് ഇക്കാര്യങ്ങളിലെ കടുത്ത നിയമലംഘനങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ റവന്യൂ അധികാരികൾ കാര്യമായി ശ്രമിച്ചിട്ടില്ലല്ലോ. ശരത്ത്, ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്ന നടപടിക്രമങ്ങൾ നമ്മൾ നിരീക്ഷിച്ചാൽ തന്നെ ഇതിൽ CPI എന്ന പാർട്ടിയുടെ ഇടപെടൽ വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ UDF ഭരണസമിതിയാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. അവർ ഈ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പരാതി നൽകിയത് CPI ജില്ലാ കൗൺസിൽ അംഗവും ദേവികുളം എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ്റെ നേതാവുമായ, അതായത് തോട്ടം തൊഴിലാളികളുടെ മൂന്നാറിലെ ഏറ്റവും പ്രബലമായ സംഘടനയുടെ പ്രസിഡന്റുമായ MY ഔസേപ്പാണ്. അദ്ദേഹം ഒരു പക്ഷേ ലക്ഷ്യം വെച്ചത് കോൺഗ്രസ് ഭരണസമിതിക്കെതിരായ ഒരു നീക്കമാണ്. സർക്കാരിൻ്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി, കോടതിയുടെ ഉത്തരവുകൾ കാറ്റിൽ പറത്തി കോൺഗ്രസ് ഭരണസമിതി ഒരു അനധികൃത നിർമ്മാണം മുതിരപ്പുഴയാറിന് സമീപം നടത്തുന്നു എന്നാണ് അദ്ദേഹം പരാതി നൽകിയത്. അത്തരത്തിൽ കോൺഗ്രസിനെതിരായ ഒരു പോരാട്ടം എന്ന രീതിയിലാണ് CPI ഇത് മുന്നോട്ട് പോയത്. എന്നാൽ ഈ പ്രശ്നത്തിലേക്ക് S. രാജേന്ദ്രൻ MLA വന്ന് പെടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. CPIയുടെ പല പ്രാദേശിക നേതാക്കളോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതും അങ്ങനെ തന്നെയാണ്. കാരണം പഞ്ചായത്ത് ഭരണസമിതി വിളിച്ച് വരുത്തിയ ശേഷമാണ് MLA ഈ വിഷയത്തിൽ ഇടപെട്ടത്. അതായത് CPI UDF ഭരണസമിതിക്കെതിരെ നടത്തിയ ഒരു പ്രതിരോധം അല്ലെങ്കിൽ അവർക്കെതിരെ കൈക്കൊണ്ട ഒരു നിലപാടിൽ S. രാജേന്ദ്രൻ വന്നു പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അനീഷ്, അതിലൊരു കാര്യമുണ്ട് അനീഷ്, അതിൽ തെളിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ CPI പ്രാദേശിക നേതാക്കൾ പരാതിക്കാരായി മാറുന്നു, അല്ലെങ്കിൽ അവർ ഇതിനെതിരായി നിൽക്കുന്നു. ഭരിക്കുന്നത് UDF പഞ്ചായത്ത്, സ്ഥലം MLA CPM. അപ്പോൾ ഫോണിൽ വിളിച്ചു വന്നുപെട്ടു എന്ന് പറയുന്നതും അവിശ്വസനീയമാണ്. കാരണം നിരവധി തവണ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് തർക്കത്തിൽ നിൽക്കുന്ന, എപ്പോൾ വേണമെങ്കിലും പിടി വീഴാവുന്ന ഒരു നിർമ്മാണമാണ് എന്ന് നന്നായി അറിയാം പഞ്ചായത്തിനും അതുപോലെ MLAയ്ക്കും. അപ്പോൾ ഒരു ക്രൈസിസ് രൂപപ്പെട്ടപ്പോൾ അവർ ആദ്യം വിളിക്കുന്നത് MLA ആണ്. അപ്പോൾ ഇവർ തമ്മിൽ പലതവണ ഇക്കാര്യങ്ങളിൽ ആലോചിക്കുകയും പലതവണ ഇത്തരം സ്റ്റോപ്പ് മെമ്മോകളെ തടയുകയും അതെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയതും ഇവരുടെ ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അത് വ്യക്തമല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ പൊടുന്നനവേ റവന്യൂ സംഘത്തെ കണ്ടപ്പോൾ MLA വിളിക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് തോന്നിയത്, പഞ്ചായത്ത് പ്രസിഡന്റിന് തോന്നിയത്. തീർച്ചയായും ശരത്ത്, മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരായി ഉയർന്നു വരുന്നിരുന്ന പ്രതിഷേധങ്ങളെ ഒക്കെ നമ്മൾ കണക്കിലെടുത്താൽ ഈ മുൻകാലങ്ങളിലും കോൺഗ്രസും CPM ഒക്കെയായി അല്ലെങ്കിൽ CPIയും ഒക്കെയായി സഖ്യം ചേർന്ന് തന്നെ ഈ കയ്യേറ്റങ്ങൾക്കെതിരായ നടപടികളെ പരാജയപ്പെടുത്തിയ ഒരു കാലം നമുക്ക് ഓർക്കാം. VSന്റെ കാലം മുതൽ അത്തരം നിലപാടുകളുണ്ട്. പുറത്ത് കോൺഗ്രസ് നേതാക്കൾ എന്തു പറഞ്ഞാലും അടിത്തട്ടിൽ പ്രാദേശിക തലത്തിൽ ഈ നേതാക്കളൊക്കെ തമ്മിൽ വളരെ വലിയ ബന്ധം തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം CPMന്റെ
ഒരു നേതാവ് പോലും അല്ലെങ്കിൽ പ്രാദേശിക നേതാവോ ജില്ലാ നേതാക്കളടക്കം ഒരാൾ പോലും എസ് രാജേന്ദ്രനെ ഈ നിലപാടിൽ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടില്ല. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിൽ നിന്നും വളരെ വലിയൊരു പിന്തുണ എസ് രാജേന്ദ്രന് ലഭിക്കുന്നുണ്ട് എന്നതാണ് പരമാർത്ഥം. അത് പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ പിന്തുണയ്ക്കുക എന്നതാണ് തങ്ങളുടെ നിലപാട് എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതായത് ഇത്തരത്തിൽ മൂന്നാർ ഭാഗത്ത് ഉയരുന്ന റവന്യൂ വകുപ്പിൻ്റെ നടപടികളെ അല്ലെങ്കിൽ നിയമ നടപടികളെ അത് സാധാരണക്കാർക്കെതിരായ ഒരു നടപടികളായി പലപ്പോഴും ചിത്രീകരിക്കാറുണ്ട്. പാവപ്പെട്ടവന് വീട് വെക്കാൻ കഴിയുന്നില്ല, അവർക്ക് ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തടസ്സം നേരിടേണ്ടി വരുന്നു എന്നടക്കമുള്ള പല ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം രാജമാണിക്യം IAS ഇവിടെ സബ് കളക്ടറായിരുന്ന കാലത്തും ശ്രീറാം വെങ്കിട്ടരാമൻ സബ് കളക്ടറായിരുന്ന കാലത്തും പ്രേംകുമാർ സബ് കളക്ടർ ഈ സമയത്തെല്ലാം ഇത്തരത്തിൽ ചെറിയ ചെറിയ നടപടിക്രമങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായും മൂന്നാർ സംരക്ഷണ സംഘടനകൾ രൂപീകരിച്ചു. ഈ PV അൻവറിന്റെ പാർക്കുമായി ബന്ധപ്പെട്ട വിവാദ കാലത്ത് ഈ നിർമ്മാണങ്ങളൊക്കെ അനുമതിയോടുകൂടിയാണോ എന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ പിന്നീട് ഒരുപാട് ചർച്ചയായതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെതായ വഴിക്ക് നടക്കും, അതിനുശേഷം അനുമതികൾക്കായി ശ്രമിക്കും എന്ന് പറയുന്ന ഒരു ശൈലി വലിയ വിമർശിക്കപ്പെട്ടിരുന്നു PV അൻവറിന്റെ കാര്യത്തിൽ. അതേപോലെ ഇവിടെ ഇപ്പോൾ ഈ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടെല്ലാം ഈ രാജേന്ദ്രൻ പറയുമ്പോൾ രാജേന്ദ്രൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മണ്ണിട്ട് നികത്തലും ഈ ബൗണ്ടറി വാൾ കെട്ടലും ഇതിനൊക്കെ അനുമതി വാങ്ങിക്കുന്നതിലൊക്കെയുള്ള ബുദ്ധിമുട്ടും അതിൻ്റെ താല്പര്യമില്ലായ്മയൊക്കെ ആയിരിക്കും ഈ സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടെന്നായി MLA പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ഒരു നടപടിയും ഒരു തരത്തിലുള്ള അപേക്ഷയും കൊടുത്ത് അനുമതി വാങ്ങാതെ ഒരു MLA തന്നെ മൂന്നാർ പോലൊരു പ്രദേശത്ത് സ്വന്തം വീടിനോട് ചേർന്ന് ഇത്തരം അനധികൃത നിർമ്മാണങ്ങളാണ് നടത്തുന്നത് എന്ന് പകൽ പോലെ ബോധ്യപ്പെടുന്നു. അല്ലെങ്കിൽ അത്തരം ആക്ഷേപങ്ങൾ വളരെ ഗൗരവമായി മാറുന്നു. KSEBയുടെ സ്ഥലമാണ് കയ്യേറിയതെന്ന് പറയുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇവിടെയാണ് ജില്ലാ നേതൃത്വങ്ങൾ, അതിപ്പോൾ CPMന്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും ജില്ലാ നേതൃത്വങ്ങൾ നിശബ്ദമാണ്. ഇപ്പോൾ DCC പ്രസിഡന്റ് അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ കറുപ്പുസ്വാമി ഇത്ര പരസ്യമായി MLA പിന്തുണച്ചല്ലോ എന്ന് പറയുമ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് DCC പ്രസിഡന്റ്. CPM നേതാക്കളോട് ചോദിക്കുമ്പോൾ നേതാക്കളുടെ വ്യക്തിപരമായ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും പാർട്ടിയെ ബാധിക്കില്ല എന്ന വളരെ വിചിത്രമായ വാദവും അവർ പങ്കുവെക്കുന്നു. ചർച്ചയിൽ അല്ലെങ്കിൽ അഭിപ്രായം പരസ്യമായി പറയാൻ തയ്യാറുമല്ല. റവന്യൂ മന്ത്രിയുമായും ബന്ധപ്പെട്ടു. റവന്യൂ മന്ത്രി പറഞ്ഞത് ചർച്ചയിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പരസ്യമായി പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ന്യായവുമാണ്, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് പ്രശ്നം. അതിൻ്റെ സാധ്യത എത്രമാത്രമുണ്ട് തുടർ നടപടികൾ മുന്നോട്ട് പോകുന്നതിൽ? അനീഷ്, അവസാനമായി ഇതിൽ എന്തൊക്കെ നടപടികൾ ഇനി റവന്യൂ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. എങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പരാമർശം അല്ലെങ്കിൽ അവർ നമ്മോട് വ്യക്തിപരമായി പറയുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ അഭിമാനം വീണ്ടും സംരക്ഷിക്കപ്പെടുന്നു മൂന്നാർ, അല്ലെങ്കിൽ റവന്യൂ വകുപ്പിനൊരു വിലയുണ്ട് എന്ന് വീണ്ടും മൂന്നാറിൽ തെളിയിക്കപ്പെടുന്നു എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും ഒരുപക്ഷെ ഇക്കാര്യത്തിൽ കയ്യേറ്റങ്ങൾ അതാണ് അത് നമുക്കറിയാം. ശ്രീറാം വെങ്കിട്ടരാമന്റെ കാര്യത്തിൽ കാരണം വലിയ പുലികളും പൂച്ചകളും ഒക്കെ സുരേഷ് കുമാറും പോലുള്ള ഏറ്റവും കരുത്തരായ IAS ഉദ്യോഗസ്ഥർക്ക് പോലും ഒന്നും ചെയ്യാതെ VS അച്യുതാനന്ദന് എന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിന് പോലും മുട്ടുമടക്കേണ്ടി വന്ന ഒരു മണ്ണാണ്. അതുകൊണ്ട് ഇത്തരം നടപടിക്രമങ്ങൾ എത്ര നാൾ മുന്നോട്ട് പോകും, രേണുരാജ് ഈ സബ് കളക്ടർ പദവിയിൽ എത്ര നാൾ ഉണ്ടാവും എന്നതൊക്കെ ഇനി വരും ദിനങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തൊക്കെ നടപടികളിലേക്ക് മുന്നോട്ട് പോകും എന്നതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ശരത്, അനീഷ് സൂചിപ്പിച്ച പോലെ അങ്ങനെ നിൽക്കുമ്പോഴാണ് സബ് കളക്ടറായി ശ്രീറാമിൻ്റെ പ്രവർത്തനങ്ങൾ മഹത്തരമാണ് എന്ന് വാഴ്ത്തുന്നതിനിടെയാണ് ഒരു മന്ത്രിസഭായോഗം കഴിഞ്ഞപ്പോൾ മറ്റെവിടേക്കോ ശ്രീറാമിനെ മാറ്റുന്നത് കണ്ടത്. നിശ്ചയമായും സർക്കാർ ഉദ്യോഗസ്ഥരാണ്, സർക്കാർ പറയുന്നിടത്ത് ജോലി ചെയ്യേണ്ട ആളുകളാണവർ. എല്ലാ കാലവും സബ് കളക്ടറായിരിക്കുന്നില്ല. രാജേന്ദ്രൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊക്കെ. ആ ധാരണയ്ക്കാണ് മേൽക്കൈയെങ്കിൽ സബ് കളക്ടറും രേണുരാജും ആ കസേരയിൽ നിന്ന് മാറ്റാം. അതിലും അത്ഭുതപ്പെടാനില്ല. ഈ നടപടികൾ എത്ര നാൾ എത്ര വരെ പോകും എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരു MLAയുടെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു വില്ലേജ് ഓഫീസർ നേരിട്ടെത്തി പരിശോധിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ ന്യൂസ് 18 കേരളം പുറത്തുകൊണ്ടത്. സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസീൽദാർക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് വില്ലേജ് ഓഫീസർ ന്യൂസ് 18നോട് പറഞ്ഞത്. ഓഫീസ് രേഖകൾ പരിശോധിച്ച ശേഷമേ മറുപടി പറയാനാകൂ. സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. തഹസീൽദാർക്ക് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. അതിൻ്റെ രേഖകൾ സംബന്ധിച്ച ഓഫീസ് രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വിശദമായ പരിശോധന ആവശ്യമായി കാണുമെന്ന് അറിയുന്നു. സബ് കളക്ടർ നിർദ്ദേശം പറയാൻ ഇന്ന് തന്നെ തഹസീൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്.